നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആൻറ്റി ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ? എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഈസ് കോൾഡ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ സ്മോൾ എഫ് ഡിഫൈൻഡ് ഓൺ എ ഡൊമെയിൻ ക്യാപിറ്റൽ ഡി if f dash of z equal to small f of z for all z in the domain. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ സ്മോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവാണ് ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും സ്മോൾ എഫ്. അത്ര ആലോചിച്ചാൽ മതി. സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവാണ് ക്യാപിറ്റൽ എഫ് എങ്കിൽ ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും സ്മോൾ എഫ്. അത്രയാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/4 സെഡ് റേസ് ടു 4 ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ്. നമുക്ക് എല്ലാവർക്കും അറിയാണ് സെഡ് ക്യൂബിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവാണ് സെഡ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചാലോചിച്ച് നോക്കൂ, ക്യാപിറ്റൽ എഫ് ഓഫ് സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1/4 ഇൻറ്റു 4 സെഡ് ക്യൂബ് അല്ലേ? 1/4 ഇൻറ്റു 4 സെഡ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ദറ്റ് ഈസ് ഈക്വൽ ടു 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് സെഡ് ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അത് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിലും അത് കറക്റ്റായിരിക്കും. ഏത് കോംപ്ലക്സ് നമ്പർ സെഡിനും അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിൽ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഇസ് ദി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ഓഫ് സെഡ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവായിട്ട് വരിക. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് യുണീക്ക് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എഫിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 1/4 സെഡ് റേസ് ടു 4 പ്ലസ് സി എന്നാണ് വരിക. അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ വരിക? സെഡ് ക്യൂബ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവായ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് യുണീക്ക് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി നമ്മളൊരു തിയറം പഠിക്കാൻ പോവാണ്. സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ സ്മോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ഡൊമെയിൻ ക്യാപിറ്റൽ ഡി. If any one of the following statements is true, then so are the others. ആ സെൻറ്റൻസ് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. If any one of the following statements is true, then so are the others. അതിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? സ്മോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദി ക്യാപിറ്റൽ ഡി. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, എഫ് ഹാസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഇൻ ഡി. രണ്ടാമത്തെ കണ്ടീഷൻ, the integrals of small f of z along contours lying entirely in D and extending from any fixed point z1 to any fixed point z2 all have the same value, namely integral z1 to z2 f of z dz equal to capital F of z from z1 to z2, that is equal to f of z2 minus f of z1, where capital F of z is the anti-derivative in the statement A. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? എഫിന് ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇൻറ്റഗ്രൽ z1 ടു z2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡെറിവേറ്റീവിന് എന്ത് കൊടുത്താൽ മതി? ലിമിറ്റ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ, ദ ഇൻറ്റഗ്രൽസ് ഓഫ് സ്മോൾ എഫ് ഓഫ് സെഡ് അറൗണ്ട് ക്ലോസ്ഡ് കോണ്ടൂസ് ലൈങ് എൻറ്റയർലി ഇൻ ഡി ഓൾ ഹാവ് വാല്യൂ 0. ക്ലോസ്ഡ് കോണ്ടൂറാണ് എടുക്കുന്നതെങ്കിൽ ഡൊമൈൻ ഡിയിൽ കിടക്കുന്ന ഏത് കർവിനും ഡൊമൈൻ ഡിയിൽ കിടക്കുന്ന ഒരു ക്ലോസ്ഡ് കോണ്ടൂറാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും ഏത് എഫിനും ഏത് ഡൊമൈനിനും കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ഒന്നുകിൽ ഇത് മൂന്നും എന്തായിരിക്കും? കറക്റ്റായിരിക്കും, അതല്ലെങ്കിൽ ഇത് മൂന്നും തന്നെ തെറ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ആദ്യം എ ഇംപ്ലൈസ് ബി എന്ന് പറഞ്ഞാൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവാണ് ക്യാപിറ്റൽ എഫ് എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇൻറ്റഗ്രൽ ഓവർ z1 ടു z2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് z2 മൈനസ് എഫ് ഓഫ് സെഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്തെടുക്കാം? സ്മോൾ എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വിച്ച് ഹാസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഇൻ സെഡ് എന്ന് എഴുതാം. അതായത് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സെഡ് ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു ഡി. ഇനി നമ്മൾ എടുക്കുന്ന സി എന്ന് പറയുന്നത് ഒരു കോണ്ടൂറാണ്. സി ബി എനി കോണ്ടൂർ ലൈങ് എൻറ്റയർലി ഇൻ ഡി ജോയിനിങ് z1 ആൻഡ് z2.
അപ്പോൾ ഇതിന് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന് അത് സ്മൂത്ത് കർവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതല്ലെങ്കിൽ പീസ് വൈസ് സ്മൂത്ത് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ സി ഈസ് എ സ്മൂത്ത് ആർക്ക് എന്ന് എടുക്കണം. Let C be a smooth arc with parametric representation Z equal to set of t where a less than or equal to t less than or equal to b. അപ്പോൾ തുടങ്ങുന്നത് Z1ഉം അവസാനിക്കുന്നത് Z2 ആണ്. അപ്പോൾ Z of A equal to Z1 എന്നും Z of B equal to Z2 എന്നും നമുക്ക് എടുക്കാം. Integral over C f of Z dz equal to integral a to b f of Z of t into Z dash of t dt by line integral. ഇനി ഡെറിവേറ്റീവ് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താ വരിക? എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ, ഇൻ്റഗ്രൽ ഓവർ സി എന്നാണ്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു ഡി ടി. അതായത് നമുക്കറിയാം സ്മോൾ എഫ് ഓഫ് സെഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ്. സ്മോൾ എഫ് ഓഫ് സെഡിന് പകരം നമുക്ക് എന്തെഴുതാം? ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി തന്നെയാണ് വരിക. ഇൻ്റഗ്രൽ ഡി ബൈ ഡി ടി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് തന്നെയാണ് വരിക. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് വരും? ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി വിത്തിൻ ദ ലിമിറ്റ് എ ടു ബി. അപ്പോൾ ആൻസർ എന്ത് വരും? ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് സെഡ് ഓഫ് എ. അപ്പോൾ സെഡ് ഓഫ് ബി സെഡ് ടു ആണെന്നും സെഡ് ഓഫ് എ സെഡ് വൺ ആണെന്നും നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഓഫ് ടു മൈനസ് എഫ് ഓഫ് സെഡ് ഓഫ് വൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് എ ഇംപ്ലൈസ് ബി എന്ന് നമുക്ക് കിട്ടും. അതെപ്പോൾ സി എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആർക്കാണ്. രണ്ടാമത്തെ കണ്ടീഷൻ സി എന്ന് പറയുന്നത് പീസ് വൈസ് സ്മൂത്ത് ആണെങ്കിൽ എന്താ സംഭവിക്കുക? പീസ് വൈസ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സി കൺസിസ്റ്റ് ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് ആർക്സ് C1 C2 എക്സെട്ര CK. ഓക്കെ, ഇങ്ങനെയുള്ള സ്മൂത്ത് ആർക്കുകളിൽ ജോയിൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? വേർ ഓരോ കർവ്, അതായത് C1 എന്ന് പറയുന്നത് Z1 നിന്ന് Z2ലേക്ക്, C2 എന്ന് പറയുന്നത് Z2 നിന്ന് Z3ലേക്ക്, അങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ CK എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാൻ പറ്റും? ക്യാപിറ്റൽ എഫ് ഓഫ്, ഓക്കെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. C1 C2 എക്സെട്ര CK എന്നെടുക്കുന്നില്ല. അതായത് കെയുടെ വാല്യൂ 1 2 3 എക്സെട്ര n-1 വരെ എടുക്കുന്നുള്ളൂ. ഓക്കെ, CK വരെ എടുത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഇതിലെഴുതിയെന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവരെടുക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പറയാം. Each CK is a smooth arc extending from the point ZK dash to ZK plus 1 dash. ഒന്നുമില്ല, ഇതിൽ Z1 Z2 എക്സെട്ര Z1ന് പകരം ഒരു Z1 ഡാഷ് Z2 ഡാഷ് Z3 ഡാഷ് അങ്ങനെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഓരോ കർവിനും CK എന്നുള്ള കർവ് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്? ZK ഡാഷിനെയും ZK plus 1 ഡാഷിനെയും ജോയിൻ ചെയ്യുന്ന കർവാണെന്ന് എടുത്തിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് Z1 ഡാഷിന് പകരം എന്തെഴുതാം? Z1 എന്നും ZN ഡാഷിന് പകരം എന്തെഴുതാം? Z2 എന്നും എഴുതാം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ Z1നും Z2നും ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. അതായത് ഒരു കർവ് ഇങ്ങനെ എടുക്കുകയാണ്. ഈ കർവിൽ ഇവിടെ ഈ പോയിൻറ്റിനെ Z1 എന്ന് വിളിച്ചു, ഈ പോയിൻറ്റിനെ Z2 എന്ന് വിളിച്ചു. ഇത് പീസ് വൈസ് സ്മൂത്ത് കർവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഈ പോയിൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ സെയിം പോയിൻറ്റിനെ തന്നെ നമുക്ക് Z1 ഡാഷ് എന്ന് വിളിക്കാം. Z2ന് പകരം നമുക്ക് ZN ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? Z2 ഡാഷ്, Z3 ഡാഷ്, ഓക്കെ Z4 ഡാഷ്, ഇങ്ങനെയാണ് പോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ Z1നും Z2നും ഇടയ്ക്ക് കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ Z1ഉം Z2 ഡാഷും തമ്മിൽ ജോയിൻ ചെയ്യുന്ന കർവ് സ്മൂത്താണ്. Z2 ഡാഷും Z3 ഡാഷും ജോയിൻ ചെയ്യുന്ന കർവ് സ്മൂത്താണ്. Z3 ഡാഷും Z4 ഡാഷും ജോയിൻ ചെയ്യുന്ന കർവ് സ്മൂത്താണ്. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ Z1നെയും Z2നെയും ജോയിൻ ചെയ്യുന്ന ഒരു കർവിനിടയ്ക്ക് ധാരാളം പോയിൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ധാരാളം പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്രയേ ഉള്ളൂ. Z1ന് പകരം Z1 ഡാഷ് തന്നെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ Z2 എന്നുള്ളതിന് പകരം
ZN ഡാഷ് എന്ന് കൊടുത്തിരിക്കുകയാണ്. CK എന്നുള്ള കർവ് ഏതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കർവാണ്? ZK ഡാഷിനെയും ZK+1 ഡാഷിനെയും ജോയിൻ ചെയ്യുന്ന കർവാണ് CK എന്ന് പറയുന്നത്. അത്രയും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ CK എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ ഒരു പീസ് വൈസ് സ്മൂത്ത് കർവിന് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് കർവിന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ഇൻ്റഗ്രൽ ഓവർ A to B അല്ലെങ്കിൽ Z1 നിന്ന് Z2ലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്തു? f(z2 - f(z1) ആണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ CK f(z)dz എന്ന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? f(zk+1) ഡാഷ് മൈനസ് f(zk) അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ C f(z)dz നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ C1 f(z)dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 f(z)dz പ്ലസ് എക്സെട്ര ഇൻ്റഗ്രൽ ഓവർ CK+1 f(z)dz എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓരോ കർവിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ഓവർ C1 കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് എഴുതാം? f(z2) മൈനസ് f(z1) പ്ലസ് രണ്ടാമത്തെ കർവിന് f(z3) മൈനസ് f(z2) പ്ലസ് എക്സെട്ര ലാസ്റ്റ് കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് f(zn) മൈനസ് f(zn-1) എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ അതിലുള്ള ഫസ്റ്റും ലാസ്റ്റും പോയിൻറ്റ്സ് ഒഴികെ ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആൻസർ എന്ത് വരും? f(zn) മൈനസ് f(z1) എന്ന് കിട്ടും. നമ്മൾ f(zn) പകരം എന്ത് കൊടുക്കാനാണ് പറഞ്ഞത്? f(z2) എന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ f(z1) പകരം f(z1) കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? f(z2 - f(z1). അതായത് C എന്ന് പറയുന്ന കർവ് ഒരു സ്മൂത്ത് കർവായിരുന്നാലും ഒരു പീസ് വൈസ് സ്മൂത്ത് കർവായിരുന്നാലും A ഇംപ്ലൈസ് B എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് B ഇംപ്ലൈസ് A എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, B ഇംപ്ലൈസ് A അല്ല, B ഇംപ്ലൈസ് C എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. B ഇംപ്ലൈസ് C പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് അറിയുന്നത്? Assume that integrals of f(z) along the contours lying entirely in D and extending from fixed point Z1 to fixed point Z2 all have the same value. അതായത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് പാത്തിൽ കൂടെ Z1 നിന്ന് Z2ലേക്ക് പോയാലും അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ സെയിം ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ Z1 നിന്ന്, എൻ്റെ പോയിൻ്റ് ക്ലിയർ അല്ല, ഈ പോയിൻ്റാണ് Z1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിൻ്റാണ് Z1, ഈ പോയിൻ്റാണ് Z2. ഇതിലെ Z1 നിന്ന് Z2ലേക്കുള്ള ഈ കർവാണ് എന്ത് വിളിക്കുന്നത്? C1 എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കർവാണ് C2 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഏത് പാത്തിൽ കൂടെ പോയാലും Z1 നിന്ന് Z2ലേക്ക് C1 എന്നുള്ള പാത്തിൽ കൂടെ വരാം. അതുപോലെ അല്ല, ഇവിടെ ഡയറക്ഷൻ ഇത് തന്നെയാണ് കേട്ടോ, ഡയറക്ഷൻ ഇത് തന്നെയാണ്, ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്. രണ്ട് പാത്തുകളാണ്. C1 എന്നുള്ളൊരു പാത്ത് ഇങ്ങനെ, C2 എന്നുള്ള പാത്ത് ഇങ്ങനെ. ഓക്കെ, C1 എന്നുള്ള പാത്തിൽ കൂടെ പോയാലും C2 എന്നുള്ള പാത്തിൽ കൂടെ Z1 നിന്ന് Z2ലേക്ക് പോയാലും രണ്ടിനും സെയിം ആൻസർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ C എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. ലൈയിങ് എൻറ്റയർലി ഇൻ D. ലെറ്റ് Z1 ആൻഡ് Z2 ബി എനി ടു പോയിൻറ്റ്സ് ഇൻ C. ഓൾസോ ലെറ്റ് C1 ആൻഡ് C2 ബി ടു പാത്ത്സ് ബോത്ത് വിത്ത് ഇനീഷ്യൽ പോയിൻറ്റ് രണ്ടിൻ്റെയും ഇനീഷ്യൽ പോയിൻറ്റ് Z1 ആണ് ആൻഡ് ഫൈനൽ പോയിൻറ്റ് Z2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് കർവായിട്ട് എടുക്കുകയാണെങ്കിൽ C എന്നെ നമുക്ക് എങ്ങനെ വിളിക്കാം? C1 - C2 എന്ന് വിളിക്കാം. അതായത് Z1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് Z1ലേക്ക് തന്നെ എത്തുകയെന്ന് വിചാരിക്കും. അപ്പോൾ Z1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് Z1ലേക്ക് തന്നെ എത്തുമ്പോൾ C1 എന്നുള്ള ഡയറക്ഷനിൽ C2ലേക്ക് വന്ന് പിന്നെ C2 നിന്ന് തിരിച്ച് Z1ലേക്ക് പോകുമ്പോൾ -C2 ആണ് വരിക. C2 അല്ല, Z2 നിന്ന് തിരിച്ച് Z1ലേക്ക് പോകുമ്പോൾ -C2 എന്നാണ് എഴുതുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ Z1 f(z) എന്ന് പറയുന്നതും ഇൻ്റഗ്രൽ ഓവർ Z2 f(z)dz എന്ന് പറയുന്നതും എന്താണെന്ന് നമുക്കറിയാം? സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C f(z)dz എന്താ വരിക? ഇൻ്റഗ്രൽ ഓവർ C1 - C2 f(z)dz എന്നാണ് വരിക. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ C1 f(z)dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ -C2 f(z)dz എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 f(z)dz മൈനസ്, നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളിത് പഠിച്ചതാണ്, മൈനസ് ഇൻ്റഗ്രൽ ഓവർ C2 f(z)dz എഴുതാം. രണ്ടും സെയിം ആയതുകൊണ്ട് ആൻസർ എന്തിലേക്ക് പോകും? 0യിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് B ഇംപ്ലൈസ് C എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് C ഇംപ്ലൈസ് A ആണ്. അപ്പോൾ നമുക്കറിയാവുന്നത് എന്താണ്? Assume that the integrals of f(z) around closed contour lying entirely in D all have the value 0. ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ 0 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
അങ്ങനെയാണെങ്കിൽ Z1ഉം Z2 ആണ് രണ്ട് പോയിൻറ്റ്സ് എന്ന് വിചാരിക്കുക. ഡിയിലുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ് Z1ഉം Z2ഉം. ലെറ്റ് C1 ആൻഡ് C2 ഡിനോട്ട് എനി ടു കോണ്ടൂസ് ലൈങ് ഇൻ ഡി ഫ്രം ദ പോയിൻറ്റ് Z1 ടു Z2. രണ്ട് കോണ്ടൂസ് ഉണ്ട് Z1 നിന്ന് Z2ലേക്ക് പോകാൻ. ഒന്ന് C1 ആണ്, ഒന്ന് C2 ആണ്. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സീനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? C1 മൈനസ് C2 ആയിട്ട് എഴുതാം. ഇനി C is a closed contour lying entirely in D, then by the hypothesis C, integral over C f of z dz equal to 0. സിയിൽ അങ്ങനെയാണ് പറഞ്ഞത്, കണ്ടീഷൻ സിയിൽ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ സീനെ നമുക്ക് C1 മൈനസ് C2 എന്ന് വിളിക്കാം. ഇൻ്റഗ്രൽ C1 മൈനസ് C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് മൈനസ് integral over C2 f of z dz equal to 0. That is integral over C1 f of z dz equal to integral over C2 f of z dz. രണ്ടിനും സെയിം ആൻസർ ആണ്. ഏത് C1 എന്നുള്ള പാത്തിൽ കൂടെ പോയാലും C2 എന്നുള്ള പാത്തിൽ കൂടെ പോയാലും രണ്ടിനും സെയിം ആൻസർ ആണ് നമുക്കറിയാം. കിട്ടി, ഇപ്പം അങ്ങനെ കിട്ടി. Hence the integration in D depends only on the end points and is independent of path. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, രണ്ടിൻ്റെയും ഇൻ്റഗ്രൽ സെയിം ആണ്. ഇനി നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് എടുക്കുകയാണ്, സെറ്റ് നോട്ട് എന്നുള്ളൊരു പോയിൻ്റ്. ലെറ്റ് സെറ്റ് നോട്ട് ബി എനി ഫിക്സഡ് പോയിൻ്റ് ഇൻ ക്യാപിറ്റൽ ഡി. ഡിഫൈൻ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സെറ്റ് നോട്ട് ടു സെഡ് എഫ് ഓഫ് എസ് ഡി എസ് ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു ഡി. അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷനാണിത്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ സെഡിന് തൊട്ടടുത്തുള്ള സെഡിൻ്റെ നൈബർഹുഡിലുള്ള വേറൊരു പോയിൻ്റാണ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും സെഡ് അല്ലാത്തൊരു പോയിൻ്റാണ്, അതിൻ്റെ തന്നെ നൈബർഹുഡിൽ കിടക്കുന്ന വേറൊരു പോയിൻ്റാണ് എന്ത് പറയുന്നത്, സെഡ് പ്ലസ് ഡെൽറ്റ സെഡ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്താണ് വരിക? ഇൻറ്റഗ്രൽ. ഇപ്പോൾ ആ ഡെഫിനേഷൻ പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്ത പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ സെഡ് നോട്ട് ടു സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എഫ് ഓഫ് എസ് ഡി എസ് മൈനസ് എഫ് ഓഫ് സെഡിനെ നമ്മളെടുത്തത് സെഡ് നോട്ട് ടു സെഡ് എഫ് ഓഫ് എസ് ഡി എസ്. തൊട്ട് മുമ്പ് നമ്മൾ ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതേ ഡെഫിനേഷൻ പ്രകാരം ഇതിങ്ങനെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, കാരണം സെഡ് നോട്ട് ടു സെഡ് പ്ലസ് ഡെൽറ്റ സെഡിൽ നിന്ന് സെഡ് നോട്ട് ടു സെഡ് നമ്മൾ എന്ത് ചെയ്യാണ്? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെഡ് ടു സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എഫ് ഓഫ് എസ് ഡി എസ് എന്ന് നമുക്ക്. ഇനി സി എന്ന് എടുത്തത് നമ്മൾ എങ്ങനെയുള്ള കോണ്ടൂറാണ്? ആർബിട്രറി കോണ്ടൂറാണ്. ഓക്കെ, ഫിക്സഡ് പോയിൻ്റ് Z1ൽ നിന്ന് Z2ലേക്കുള്ള ഒരു ആർബിട്രറി കോണ്ടൂറാണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? Z2 മൈനസ് Z1 ആണ്. നമുക്കറിയാം ഇൻറ്റഗ്രൽ ഓവർ സി സെഡ് എന്ന് പറഞ്ഞാൽ Z2ൽ നിന്ന് Z1ലേക്ക് ജോയിൻ ചെയ്യുന്ന കർവ് ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ് എന്ന് പറഞ്ഞാൽ Z2 മൈനസ് Z1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ സെഡ് ടു സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഡി എസ് സെഡ് ഡി എസോ ഡി സെഡോ എന്തോ ആയിക്കോട്ടെ, ദറ്റ് ഈസ് ഈക്വൽ ടു അതെന്താ വരിക? സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് സെഡ് എന്ന് വരും. അപ്പോൾ അതിന് ആൻസർ ഡെൽറ്റ സെഡ് എന്നാണ് വരും. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ സെഡ് ഇൻറ്റഗ്രൽ സെഡ് ടു ഡെൽറ്റ സെഡ് എഫ് ഓഫ് സെഡ് ഡി എസ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് മൈനസ് സ്മോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു, നമ്മൾ മുൻപ് എഴുതി വെച്ചിട്ടുണ്ട് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് എന്തായിരുന്നു? 1 ബൈ ഡെൽറ്റ സെഡ് ഇൻറ്റു നമുക്കത് ഇൻറ്റഗ്രൽ സെഡ് ടു സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എഫ് ഓഫ് എസ് ഡി എസ് ആണ് നമ്മൾ മുൻപ് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈനസ് സ്മോൾ എഫ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ സെഡ് ഇൻറ്റു, ഇനി നമുക്ക് എഫ് ഓഫ് സെഡിന് പകരം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫ് ഓഫ് സെഡിന് പകരം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക? അതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സെഡിനെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ സെഡ് ഇൻറ്റു ഇൻറ്റഗ്രൽ സെഡ് 1 ടു സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ഡി എസ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി എഫ് കണ്ടിന്യൂസ് ആണ് അറ്റ് ദ പോയിൻറ്റ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ പ്രകാരം corresponding to any epsilon greater than 0 there exists a positive number delta z such that നമുക്ക് എന്ത് എഴുതാം? mod f of s minus f of z less than epsilon whenever s minus z less than delta എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ സെഡിന് വളരെ അടുത്തുള്ള പോയിൻ്റാണ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ബൈ ഡെൽറ്റ സെഡ് മൈനസ് സ്മോൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/mod z ഇൻറ്റു ഇൻറ്റഗ്രൽ z പ്ലസ് ഡെൽറ്റ z എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ദറ്റ് ഈസ് ലെസ് ദാൻ 1/mod z ഇൻറ്റു ഓൾറെഡി എന്താ നമ്മൾ പറഞ്ഞു, കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ പ്രകാരം മോഡ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ ആ വാല്യൂ കൊടുത്തു. ഇനി ബാക്കി എന്തും കൂടി ഉണ്ട്, എപ്സിലോൺ ഇൻറ്റു ഡെൽറ്റ ഇസഡ്, മോഡ് ഡെൽറ്റ സെഡ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം എങ്ങനെയാണ് അതെങ്ങനെയാണ് വരുന്നത്, മോഡ് ഡെൽറ്റ സെഡ് എന്നുള്ള ടേം മുകളിൽ ന്യൂമറേറ്ററിലും, അതായത് ഇൻ്റഗ്രൽ Z1 അല്ല, ഇൻ്റഗ്രൽ Z ടു Z പ്ലസ് ഡെൽറ്റ സെഡ് ഡി സെഡ് എന്നുള്ളൊരു ടേമും കൂടി വരുന്നുണ്ട്. ഓക്കെ, അതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം, മോഡ് ഡെൽറ്റ സെഡ് ആയിട്ട് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എന്താ വരിക, ലിമിറ്റ് ഡെൽറ്റ Z ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം, സ്മോൾ എഫ് ഓഫ് സെഡ് ആയിട്ട് എഴുതാം. കാരണം അതിൻ്റെ തൊട്ട് മുമ്പിൽ ഈ രണ്ട് ടേംസിൻ്റെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് എന്താണ് വരിക, സ്മോൾ എഫ് ഓഫ് സെഡ് ആണ് വരിക. ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ലിമിറ്റാണ് സ്മോൾ എഫ് ഓഫ് സെഡ്. ഇനി ഇത് ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയാണ് അല്ലേ. ഈ ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് എന്താ എഴുതാൻ പറ്റും, ദിസ് ഇസ് ദി ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് എന്ന് എഴുതാൻ പറ്റും. എഫ് ഡാഷ് ഓഫ് സെഡ് ആണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എഫ് ഡാഷ് ഓഫ് സെഡ് ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സെഡ്. ഇതിൻ്റെ അർത്ഥം എന്താ, എഫ് ഹാസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഇൻ ഡി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്, സി ഇംപ്ലൈസ് എ എന്നാണ്. അപ്പോൾ എല്ലാം ഇക്വലൻ്റായി. ഇനി നമുക്കത് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 1 to 1 + 4i സെഡ് സ്ക്വയർ ഡി സെഡ്. ഇത് ഓൾറെഡി നമുക്ക് ചെയ്യാനറിയാം. സെഡ് സ്ക്വയറിനെ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയാം. z³/3 ലിമിറ്റ് കൊടുക്കലാണെന്ന് അറിയാം. പക്ഷേ ഇവിടെ ഈ തിയറം 1 യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇൻറ്റഗ്രൽ സ്മോൾ എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് പോവേണ്ടത്, നമ്മൾ നേരത്തെ തിയറ പ്രകാരം ഇങ്ങനെയാണ് എഴുതേണ്ടത്. സ്മോൾ എഫ് ഓഫ് സെഡ് ഡി സെഡിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എഴുതുക. ആ ആൻറ്റി ഡെറിവേറ്റീവിന് നമ്മൾ എന്ത് കൊടുക്കണം, ലിമിറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ a to b ആണ് ലിമിറ്റ് എങ്കിൽ നമ്മളിവിടെ a to b ലിമിറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് നമുക്കിവിടെ എന്ത് കിട്ടും, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഡയറക്റ്റായിട്ട് ഇവിടെ അറിയേണ്ടത്, ഈ സ്മോൾ എഫ് ഓഫ് സെഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്, ഇൻറ്റഗ്രൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്, ഇത് ക്യാപിറ്റലാണ്, ഇത് സ്മോൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിന് ലിമിറ്റ് കൊടുത്താൽ ഇതിൻ്റെ ആൻസറായി. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. സെഡ് സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താ വരിക, സെഡ് സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് സെഡ് സ്ക്വയർ കിട്ടണേന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സെഡ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. z³/3 + c അതാണ് അതിൻ്റെ ഇൻറ്റഗ്രൽ വരിക. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, അതാണ് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് കൊടുക്കുക, ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഇവിടെ z³/3 + c ആണ്, അതിന് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് +c എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, c ഒഴിവാക്കിയിട്ട് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 + 4i (3 - i³ എന്ന് കിട്ടും. ഫൈനൽ ആൻസർ -47/3 - 17i എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻറ്റഗ്രൽ i to π/2 cos z d z. ഇതും എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, കോസ് സെഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കുക. കോസ് സെഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താണ് വരുന്നത്, സൈൻ സെഡ് ആണ്. ഓക്കെ, സൈൻ സെഡിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്യല്ല, ലിമിറ്റ്സ് കൊടുക്കുക. ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ i to π/2 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ സൈൻ π/2 മൈനസ് സൈൻ i എന്നാണ് വരിക. ഓക്കെ, അങ്ങനെ എഴുതിയാലും മതി. സൈൻ i എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈപ്പർബോളിക് ഫംഗ്ഷനായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് സൈൻ yi = i × സൈൻ hy അങ്ങനെ എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സൈൻ i = i സൈൻ h1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇൻറ്റഗ്രൽ 0 to 1 + i z² d z. സെഡ് സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് z³/3 ലിമിറ്റ്സ് കൊടുക്കുക, ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ ഇൻറ്റഗ്രൽ -2i to 2i dz/2 എന്ന് പറഞ്ഞാൽ dz/2 അല്ല കേട്ടോ, dz/z ആണത്. ഇത് കറക്റ്റ് ചെയ്യാം. ഇവിടെ dz/z ആണ്. ഓക്കെ, 1/z ആൻറ്റി ഡെറിവേറ്റീവ് log z ആണ് വരിക, അതിന് ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ.